തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്ത് കരിക്കാമൻകോട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മിന്നുന്ന വിജയം. 130 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബിജെപി സ്ഥാനാർത്ഥി അഖില മനോജ് വിജയിച്ചത്. ബിജെപി 619 വോട്ട് നേടിയപ്പോൾ LDF 489, UDF 335 എന്നിങ്ങനെയാണ് വോട്ടുനില. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, ആധികാരിക വിജയമോ കരിക്കാമൻതോട് വാർഡിൽ ബിജെപി നേടിയത്? നേരത്തെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർ സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്നാണ് ബൈ ഇലക്ഷൻ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. തിരുവനന്തപുരം ജില്ലയിൽ അന്ന് BJP ജയിച്ചിരുന്നത് 44 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ BJP ജയിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ BJPക്ക് അവിടെ ആ വാർഡിൽ മിന്നുന്ന വിജയം തന്നെയാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. 130 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥി അഖില മനോജ് തിരുവനന്തപുരത്തെ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ കരിക്കമൻകോട് വാർഡിൽ വിജയിച്ചിരിക്കുന്നത്. BJP 619 വോട്ട് നേടി BJP സ്ഥാനാർത്ഥി. അങ്ങനെ 130 വോട്ടിന്റെ ഭൂരിപക്ഷം. തൊട്ടു പിന്നിലായി LDF സ്ഥാനാർത്ഥി 489 വോട്ട് നേടുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ UDF 335 വോട്ടാണ് ലഭിച്ചത്. നിലവിൽ മിന്നുന്ന വിജയം തന്നെയാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ വെള്ളറട കരിക്കമൻകോട് വാർഡിൽ BJPക്ക് ലഭ്യമായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലായി നിലവിലെ സ്ഥിതി UDFന് നിലവിൽ 12 സീറ്റുകളിൽ വിജയം നേടാൻ സാധിച്ചു. LDF 10 സീറ്റിൽ വിജയിച്ചപ്പോൾ NDA BJP 3 സീറ്റിൽ വിജയിക്കുന്ന സാഹചര്യം. അതേഴ്സ് മറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ഒരാളുമാണ് സംസ്ഥാനത്തുടനീളം ജയിച്ചിട്ടുള്ളത്. 31 തദ്ദേശ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കളങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 102 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തുടനീളം ജനവിധി തേടിയിരിക്കുന്നത്. നിലവിൽ 31 വാർഡുകളിലെ ഫലം പുറത്തു വരുമ്പോൾ 12 UDF, 10 LDF, 3 NDA, 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ നില.